ലോകം മുഴുവൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു നിർണായക നീക്കം ഇപ്പോൾ നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ നടക്കുകയാണ്. അമേരിക്കയുടെ പടുകൂറ്റൻ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാനിലെ നൂർഖാൻ എയർബേസിൽ പറന്നിറങ്ങിയിരിക്കുന്നു. ഒരു ഭാഗത്ത് അമേരിക്ക വൻ സന്നാഹങ്ങളോടെ പാകിസ്ഥാനിൽ എത്തുമ്പോൾ മറുഭാഗത്ത് അങ്ങനെ ഒരു ചർച്ചയെപ്പറ്റി തങ്ങൾക്ക് അറിവേയില്ല എന്നാണ് ഇറാൻ പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ സംഭവിക്കുന്നത്? അമേരിക്കയുടെ ലക്ഷ്യം എന്താണ്? അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കാൻ പോകുന്ന ഇസ്ലാമാബാദ് 2.0 ചർച്ചകളെ പറ്റിയാണ് ഈ വൻ ദുരൂഹത തുടരുന്നത്. ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്ന ഈ നിർണായക ചർച്ചകൾക്ക് മുന്നോടിയായി, ഈ നിർണായക രണ്ടാം ഘട്ട ചർച്ചകൾക്ക് മുന്നോടിയായി അമേരിക്കൻ വ്യോമസേനയുടെ C-17 വിമാനങ്ങൾ പാകിസ്ഥാനിൽ ലാൻഡ് ചെയ്തു കഴിഞ്ഞു. അമേരിക്കൻ പ്രതിനിധികൾക്കുള്ള വാഹനങ്ങൾ, സിഗ്നൽ ജാമറുകൾ, അത്യാധുനിക ആശയവിനിമയ സംവിധാനങ്ങൾ, സുരക്ഷാ ഉപകരണങ്ങൾ, ആയുധങ്ങൾ എന്നിവയുമായിട്ടാണ് ഈ വിമാനങ്ങൾ എത്തിയിരിക്കുന്നത്. ഇതിന് പുറമെ VIP-കൾ സഞ്ചരിക്കുന്ന എയർഫോഴ്സ് 2 എന്ന വിമാനവും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിയോടെ അവിടെ എത്തിയിട്ടുണ്ട്. എന്നാൽ അമേരിക്കയുടെ ഈ സന്നാഹങ്ങൾക്കിടയിലും അടുത്ത ഘട്ട ചർച്ചകൾക്ക് നിലവിൽ പദ്ധതികളില്ലെന്നും ചർച്ചകൾ എന്ന് തുടങ്ങുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലും എത്തിയിട്ടില്ല എന്നുമാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബാഗ്ചി വ്യക്തമാക്കുന്നത്. അതായത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ഒളിച്ചുകളിക്ക് പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അമേരിക്കയുമായും ഇസ്രായേലുമായിട്ടുള്ള സംഘർഷങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക തന്നെ മുൻകൈ എടുക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യവും. അപ്പോൾ പൊതുമേഖലാ ജീവനക്കാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ജനങ്ങളുടെ വിശ്വാസം നിലനിർത്താൻ ഭരണ നേതൃത്വം സുതാര്യവും സത്യസന്ധവുമായിരിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അമേരിക്ക പാകിസ്ഥാൻ വഴി നീങ്ങുമ്പോൾ മറ്റു ലോകരാജ്യങ്ങളും വെറുതെ ഇരിക്കുന്നില്ല. ഈ സംഭവ വികാസങ്ങൾക്ക് മുന്നോടിയായി ചൈന തങ്ങളുടെ നയതന്ത്ര ഇടപെടലുകൾ ശക്തമാക്കിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സമില്ലാതെ തുടരണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് സൗദി കിരീടാവകാശിയായിട്ടുള്ള ചർച്ചയിൽ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ രാഷ്ട്രീയവും നയതന്ത്രപരവുമായ മാർഗങ്ങളിലൂടെ മാത്രമേ സാധിക്കൂ എന്നും ഉടനടി വെടിനിർത്തൽ വേണമെന്നുമാണ് ബീജിംഗിന്റെ നിലപാട്. ഇതിനിടയിൽ ലെബനനിലെ മുൻ US അംബാസിഡറായ സൈമൺ കരാമിന്റെ നേതൃത്വത്തിലുള്ള ഒരു ലെബനീസ് പ്രതിനിധി സംഘം ഇസ്രയേലുമായി ചർച്ചകളിൽ പങ്കെടുക്കുമെന്ന് ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ പ്രഖ്യാപിച്ചു. അധിനിവേശം അവസാനിപ്പിക്കുക, അന്താരാഷ്ട്ര അതിർത്തി ഔദ്യോഗികമായി നിർണ്ണയിക്കുക, മേഖലയിൽ സുരക്ഷാ സേനയെ വിന്യസിക്കുക എന്നിവയാണ് ഈ ചർച്ചകളുടെ ലക്ഷ്യം. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാനുള്ള വലിയൊരു നയതന്ത്ര നീക്കത്തിനാണ് ഇപ്പോൾ പാകിസ്ഥാൻ വേദിയാകുന്നത്. അമേരിക്കയുടെ ഈ ശക്തമായിട്ടുള്ള നീക്കങ്ങളും ഇറാന്റെ മൗനവും ലോകത്തെ വലിയൊരു സസ്പെൻസിലേക്കാണ് നയിക്കുന്നത്. ഇസ്ലാമാബാദിൽ തയ്യാറായിരിക്കുന്ന ഈ നയതന്ത്ര വേദിയിൽ അമേരിക്കൻ നീക്കങ്ങൾ വിജയം കാണുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് ഇറാന്റെ നിലവിലെ നിലപാട്.